പകുതിവില തട്ടിപ്പിനെതിരെ ഏരുവേശി പഞ്ചായത്തിലുള്ളവരും പോലീസിൽ പരാതി നൽകി. കുടിയാൻമല പോലീസ് സ്റ്റേഷനിലാണ് സ്ത്രീകൾ ഒന്നിച്ചെത്തി പരാതി നൽകിയത്. പകുതിവില തട്ടിപ്പിൽ വൻ തുകകളുടെ തട്ടിപ്പിനിരയായ ഏരുവേശി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 150ഓളം സ്ത്രീകളാണ് കുടിയാൻമല പോലീസിൽ പരാതിയുമായി എത്തിയത്. ഈ പ്രൊമോട്ടർമാർക്കെതിരായിട്ടാണ്. ഇവര് ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരു ഗ്രൂപ്പിൽ ചേർത്ത് ഞങ്ങളുടെ പൈസ ഇവർ പഠിപ്പിച്ചെടുത്ത് ഇവർക്ക് വേണ്ടിയാണോ, ഇവരുടെ ഏതെങ്കിലും ബിനാമിക്ക് വേണ്ടിയാണോ കൊടുത്തിരിക്കുന്നതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അനന്തരക്ഷണ ഒരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടത്. അത് ഇവർ പറഞ്ഞത് പ്രകാരമാണ് ഞങ്ങൾ ചെയ്തത്. അത് ചിലപ്പോൾ ഇവരുടെ തന്നെ അക്കൗണ്ട് ആണോ എന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ വ്യക്തിപരമായ ഈ പരാതി ഈ കൺവീനർക്കും ഈ 5 പ്രൊമോട്ടർമാർക്കും എതിരായിട്ടാണ്. അവർക്കെതിരായിട്ടുള്ള പരാതി സാർ സ്വീകരിക്കുകയും ഇവരെ ഇവിടെ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് വേണ്ടുന്നൊരു വിശദീകരണം നൽകുകയും ചെയ്യണം. നേരത്തെ 30ഓളം പേർ പരാതി നൽകിയിരുന്നു. തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവയ്ക്കായി 13,000 മുതൽ 60,000 രൂപ വരെയാണ് ഇവർ സൊസൈറ്റി പ്രൊമോട്ടർമാർ നിർദ്ദേശിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകിയിരുന്നത്. സീഡ് സൊസൈറ്റിയിലെ മെമ്പർ ഇങ്ങനെ സ്കൂട്ടിയുടെ പൈസ അടയ്ക്കാൻ വേണ്ടി ഇന്ന അക്കൗണ്ടിലോട്ട് പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് ഇട്ടു. അതിലൂടെ പൈസ അടച്ചിട്ട് 2000 വെച്ച് ഇതിൻ്റെ കാര്യങ്ങളും എഗ്രിമെൻറ്റ് സൈൻ ചെയ്യലൊക്കെ ആയിരുന്നു. അതിനുവേണ്ടി പോകാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോൾ ഞാൻ കരുവഞ്ചാല ആശുപത്രിയിൽ ഓക്സിജൻ കുറഞ്ഞ് കിടക്കുമായിരുന്നു. വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് വന്നില്ല, ക്യാൻസലായി പോകും, ഇല്ലെങ്കിൽ ഇടുക്കിക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇടുക്കി വരാൻ പോകാൻ, ഈ കൊച്ചുങ്ങളെ ഇട്ട് ഇടുക്കി വരാൻ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ശ്രീകണ്ഠാപുരത്ത് പോയി. അവിടുന്ന് ആശുപത്രിയിൽ നിന്നാണ് ശ്രീകണ്ഠാപുരത്ത് പോയി ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ചെയ്തിട്ട്. സൊസൈറ്റിയുടെ അംഗത്വ ഫീസായി ഓരോരുത്തരിൽ നിന്ന് 320 രൂപ വീതം ആദ്യം തന്നെ വാങ്ങിയത് കൂടാതെ നോട്ടറി, വക്കീൽ മുഖേന വ്യക്തിഗത രേഖകളും 500 രൂപ വീതവും കൈവശപ്പെടുത്തിയിരുന്നു. കുടിയാൻമല കൂടാതെ പയ്യാവൂർ, ഇരിക്കൂർ, ശ്രീകണ്ഠപുരം, മയിൽ സ്റ്റേഷനുകളിലും പരാതികൾ നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.